വിശേഷം? അങ്ങനെ നമ്മുടെ ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ മൈലാഞ്ചി പോയിട്ടില്ല, ഉള്ളിലത്തെ പോയിട്ടോ. പുറത്തത്തെ ഇങ്ങനെ ചുകന്ന് ഇപ്പോഴാണ് ഭംഗിയായി വരുന്നത്. പുറമെ അല്ലെങ്കിലും കുറച്ച് സമയം എടുക്കുമല്ലോ നല്ല കളറൊക്കെ ആയിട്ട് അതിൻ്റെ ഭംഗിയിൽ വരാൻ. ഉള്ളിലത്തെ എല്ലാതും പോയി. അപ്പോൾ ഡാൻസിൻ്റെ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. കാരണം അത് കുറേ പേര് കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നിനും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. സോ എന്ന് പോയി നോക്കൂ കേട്ടോ. നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോ ആക്ച്വലി ഇന്നാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസം. പക്ഷേ ഡാൻസിൻ്റെ ആ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ട്യൂസ്ഡേ ആണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നിട്ട് എന്താ സ്റ്റുഡിയോ റൂമിൽ നമ്മളങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ടോക്സ് ഒക്കെ നമ്മൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും നല്ല അടിപൊളി ടോപ്പിക്സ് ഒക്കെ ആയിട്ട് വരും. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു കുറച്ച് കിടിലൻ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ല ആമസോണിൻ്റെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടക്കുന്ന സമയമാണ്. അപ്പം പിന്നെ അത് കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പം അതന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രസം തോന്നുന്നുണ്ടാവില്ലേ? എനിക്ക് തന്നെ നല്ല രസം തോന്നി. അപ്പം ഞാൻ ആ ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, കുറച്ച് അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ആമസോണിൻ്റെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആമസോണിൽ നിന്നാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മിനിമം 50% ഓഫ്, 5% ക്യാഷ് ബാക്ക്, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു അടിപൊളി വെൽവെറ്റ് നല്ല പാർട്ടി വെയർ. ഇപ്പോൾ വല്ല കല്യാണമോ റിസപ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പാർട്ടി വെയർ വെൽവെറ്റ് ഡ്രസ്സാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. റെഡ് ആൻഡ് ഗോൾഡൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നല്ല കിടിലനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ വർക്കായിട്ട് 3/4 സ്ലീവ്സ്. ഇവിടെ അത് നല്ല ബ്രൈറ്റ് റെഡ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പക്ക പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ആ ഒരു കളറും ആ ഒരു വർക്കും കാരണം കണ്ടോ, വെൽവെറ്റാണ്, നല്ല സൂപ്പർ തുണി, നല്ല ഭംഗിയുണ്ട്. സ്ലിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ പാൻറ്റും പ്ലെയിൻ ആണ് കണ്ടോ, പ്ലെയിൻ പാൻറ്റാണ്. പാൻറ്റിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ദുപ്പട്ട അത്യാവശ്യം ഒരു ഹെവി എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ കണ്ടോ ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ആദ്യം തന്നെ ഞാൻ ഇത്രയും ഭംഗിയുള്ളൊരു ഡ്രസ്സ് ഇങ്ങോട്ട് കാണിച്ചു തന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, വാഷിംഗ് മെഷീനിലും ഒക്കെ ഇട്ടിട്ട് ഒരു പ്രശ്നമില്ല. ഇത് ഗ്ലോബസിൻ്റെ ആണ് കേട്ടോ. ഇതാണ്ടോ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് വരുന്നുള്ളൂ, പിന്നെ സ്ലീവ്സിലും. പക്ഷേ ഈ ഒരു കളറാണ് എന്താ പറയുക, ഒരു പേർപ്പിൾ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് താഴെ പാൻറ് ഇടണം എന്നൊന്നുമില്ല, കാരണം ഇതൊരു ഉടുപ്പ് പോലെ ഇടാം. ഇത് സ്ലിറ്റ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോർമലായിട്ട് നമുക്കിടാം. പക്ഷേ വേണമെങ്കിൽ ടൈറ്റ്സ് ഇടാം, അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ വെറുതെ ഉടുപ്പ് പോലെ ഇടണം എന്നുണ്ടെങ്കിൽ. കാരണം ഒരു കുർത്തിയാണത് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് താഴെ ടൈറ്റ്സ് ഒക്കെ ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. ഡെയിലി വെയർ ആയിട്ട്, ഫംഗ്ഷനൊന്നുമല്ല, ഡെയിലി വെയർ പോലെ അങ്ങനെ നമുക്ക് ഇടാം. അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ കളർ ഗ്രീൻ. ഇത് സോച്ചിൻ്റെ ആണ് കേട്ടോ. ഗ്രീൻ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ. ഇതൊരു നോർമൽ ഒരു ഡ്രസ്സ്, ഐ മീൻ അതിൻ്റെ കളർ കൊണ്ട് നല്ല ഭംഗിയുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഇടാം, അല്ലെങ്കിൽ ഇതൊരു വെഡ്ഡിങ് റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയതാണോ ചോദിച്ചാൽ അല്ല. പക്ഷെ അത്യാവശ്യം ഒരു കുട്ടി പാർട്ടികൾക്കൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. ഗ്രീൻ. ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ വർക്കാണ്. സ്ലീവ്സ് 3/4 ആണ്. അവിടെയും ഒരു ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഉണ്ടാവും നമ്മുടെ സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ, പക്ഷെ നല്ല ഗ്രീനാണ്. പിന്നെ സോച്ച് അറിയാലോ, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. സൂപ്പർ അല്ലേ? ഞാൻ ഈ ഓരോ ദിവസമായിട്ട് ഇടുമ്പോഴാണ് നിങ്ങൾ ചോദിക്കുക ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു സംഭവം കാണിച്ചു തന്നത്. അടുത്തത് ഒരു കുർത്തി സെറ്റാണ്. ഇത് നോർമൽ, ഇത് രംഗീത ബ്രാൻഡിൻ്റെ ആണ്. ഒരു മിക്സ് കോട്ടൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ടോപ്പും പാൻറ്റും ഉണ്ട്. ഇതിൻ്റെ കളറും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ഗ്രീൻ, പലതരത്തിലുള്ള ഗ്രീനും ഉണ്ട്, പക്ഷേ ഈ ഒരു ഗ്രീൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ കണ്ടോ ഇവിടെ ഒരു സിൽവർ, ഇത് ഗോൾഡൻ അല്ല, മറ്റേ രണ്ട് ഗോൾഡൻ ആയിരുന്നു. ചെറിയൊരു വർക്ക്, കാര്യം ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. അതുണ്ടോ 3/4 സ്ലീവ്സ് ആണ്. ചിലപ്പോൾ താഴെ പാർക്കിൽ കുട്ടികൾ കളിക്കുന്ന ബഹളം നിങ്ങൾക്ക് കേൾക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. 3/4 സ്ലീവ്സ്, പിന്നെ ചെറിയൊരു വർക്കും കാര്യങ്ങളും, ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളും ഉണ്ട്. സ്ലിറ്റ് ഉണ്ട്. പിന്നെ ഇതിന് പാൻറ്റ്, അത്രയേ ഉള്ളൂ. പാൻറ്റ് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മറ്റേ പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ ഏരിയയിൽ കണ്ടോ ഈ ഒരു ലേസ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ബോട്ടം ഭാഗത്ത് ഒരു ചെറിയ ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഓൾവേസ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫാബ് ഇന്ത്യയുടെ തുണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല തുണിയായിരിക്കും. ഫാബ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കും പ്യോർ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ളതാണ്. കാരണം ഇതിൽ അങ്ങനെ ഒരു
പിന്നെ അല്ലെങ്കിൽ സാരീസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ജിങ് ജാങ്ക് ഒന്നും ആവില്ല. നല്ല ക്ലാസ് പ്യുവർ കോട്ടൺ ആയിരിക്കും ഫാബിന്ത്യയുടെ. കണ്ടോ, ഒന്നുമില്ല പ്രത്യേകിച്ച്. ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കൊക്കെയാണ് ഇത് ഇടാൻ നല്ലത്. ഒരു ക്ലാസ് എലഗൻറ്റ് ലുക്ക് തരും. 3/4 സ്ലീവ്സ് ആണ്. ഇതിന് സ്ലിറ്റ് ഇല്ല കേട്ടോ, സ്ലിറ്റ് ഇല്ലാത്തൊരു ടൈപ്പാണ്. കണ്ടോ, പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് മാത്രം വർക്ക്, ഒരു ഫ്ലോറൽ വർക്ക്. ഇതിൻ്റെ കളറാണ് നല്ല ഭംഗി. ഒരു എന്താ പറയുക, ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്, ഒരു ഇൻഡിഗോ ബ്ലൂ, ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. സംഭവം നല്ല സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഫാബിന്ത്യയുടെ ഭയങ്കര ഫാനാട്ടോ. ഷോപ്പിലൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടും. ഓൺലൈനിലും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ റേറ്റിനനുസരിച്ച് സെയിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫാബിന്ത്യക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നാം. അപ്പോൾ നമുക്ക് പക്ഷെ പ്യുവർ കോട്ടൺ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതിന് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇങ്ങനത്തെ പോക്കറ്റ് ടൈപ്പൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, ജിമ്മിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ടീഷർട്ട് വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജിമ്മിന് പോകുമ്പോൾ ഇടാനുള്ള ടീഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമുക്കൊരു 2-3 ടീഷർട്ട്സ് എന്തായാലും മാറി മാറി ഇടാൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഞാൻ ഒന്നും കൂടെ എക്സ്ട്രാ വാങ്ങിയതാണ്. കുറച്ചൊരു കംഫർട്ടായിട്ടുള്ള, ഇത് നല്ല അടിപൊളി എനാമറിൻ്റെ ആണ് കേട്ടോ വാങ്ങിയിട്ടില്ല. ഞാനൊരു സൈസ് എക്സ്ട്രാ വാങ്ങി, കാരണം ടീഷർട്ടൊക്കെ ഭയങ്കര കറക്റ്റ് ഫിറ്റ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്പോർട്സ് ബ്രായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ജിമ്മിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ നടക്കാൻ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ സ്പോർട്സ് ബ്ര മസ്റ്റാണ്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ പറ്റിച്ച് അവിടെ താഴെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ടീഷർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. കാരണം ടീഷർട്സിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനത്തെ സ്പോർട്സ് ബ്ര ഇടുമ്പോഴാണ് കുറച്ചും കൂടെ വൃത്തിയിൽ നമുക്ക് നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓടുക ചാടുതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നിൽക്കുക. സോ അങ്ങനത്തെ ഒരു ബനിയനും കൂടെ വാങ്ങി. ഇതാണ് ഞാൻ ഇപ്രാവശ്യം സെയിൽ കഴിയാറായപ്പോഴാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആമസോണിൻ്റെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ വെൽവെറ്റ് നല്ല രസമുണ്ട് കേട്ടോ. അത് പക്ഷേ ഒരു ഹാൻഡിൽ വിത്ത് കെയർ ആണ് സംഭവം. കാരണം കുറച്ച് നമ്മൾ ഡ്രൈ ക്ലീനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരിക്കും ബുദ്ധി. അങ്ങനത്തെ ഒന്നും ഒരിക്കലും നമ്മളങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ കൈകൊണ്ട് അതൊന്നിട്ട് തിരുമ്പിയിട്ട് പിന്നെ നാശമായി എന്ന് പറയരുത് കേട്ടോ. അപ്പോൾ അതാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ നല്ല നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.